എതിർക്കുന്ന ആളുകൾ CPM ഇപ്പോൾ എന്തായാലും ഒരു ഇലക്ഷനൊക്കെ ആണല്ലോ, ഒരു ലിങ്കോമീറ്റർ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്താൽ നന്നാവും. ട്രാൻസ്ജെൻഡർ പ്രൊട്ടക്ഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് 2019 നിയമം അതിൻ്റെ ഭേദഗതി അമെൻമെൻറ്റ് ബില്ലാണ് അവതരിപ്പിക്കപ്പെട്ടത്. ഈ ട്രാൻസ്ജെൻഡർ എന്ന് ഒരാളെ തീരുമാനിക്കണമെന്നുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ലീഗൽ പ്രൊട്ടക്ഷൻ മറ്റു കാര്യങ്ങളും കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു മെഡിക്കൽ ബോർഡ് സർട്ടിഫൈ ചെയ്യണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടും അതിൽ വന്നിട്ടുള്ളൊരു വ്യത്യാസം എന്ന് പറയുന്നത്. അതിനപ്പുറത്തേക്ക് സെൽഫ് ഐഡൻറ്റിഫിക്കേഷൻ എന്ന് പറയുന്ന കാര്യം പറ്റില്ല എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും വലിയ ഒരു വ്യത്യാസം. എന്തുകൊണ്ട് ഇത്തരം ഒരു ബില്ലിലേക്ക് കാര്യങ്ങൾ എത്തിപ്പെട്ടു എന്ന് ചോദിക്കുമ്പോൾ ഇത് വളരെ യാദൃശ്ചികമായി ഉണ്ടാകുന്നതല്ല. ഈ സെൽഫ് ഐഡൻറ്റിഫിക്കേഷൻ സ്വയം പ്രഖ്യാപിച്ചാൽ അതായി എൻ്റെ ലിംഗം അതിനെ സ്വീകരിക്കണം എന്ന ഒരു രീതി അത് അംഗീകരിച്ചാൽ ഞാനൊരു പെണ്ണാണെന്ന് ഞാൻ പറഞ്ഞാൽ അത് എന്നെ മാത്രം ബാധിക്കുന്നൊരു വിഷയമല്ല, എന്നിൽ ഒതുങ്ങുന്ന ഒരു കാര്യമല്ല, അത് എൻ്റെ റൂമിൽ മാത്രം ഒതുങ്ങുന്ന ഒരു കാര്യമല്ല. ഞാനൊരു പെണ്ണാണെന്ന് പറഞ്ഞ് എന്നെ പെണ്ണായി അംഗീകരിച്ചാൽ എൻ്റെ സമൂഹത്തിൽ എന്നെ പെണ്ണായി അംഗീകരിക്കണം. പെണ്ണായി അംഗീകരിച്ചാൽ എന്ത് സംഭവിക്കും? സ്ത്രീകളുടെ ഇടങ്ങളിലേക്ക് എനിക്ക് കയറി ചെല്ലാൻ സാധിക്കും. പുരുഷന്മാർക്ക് കയറി ചെല്ലാൻ സാധിക്കാത്ത ഇടങ്ങളിലേക്ക് എനിക്ക് കയറി ചെല്ലാൻ സാധിക്കും. അങ്ങനെ കയറി ചെന്നാൽ എന്താണ് സംഭവിക്കുക? നമ്മുടെ സമൂഹത്തിൻ്റെ സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ കെട്ടിപ്പടുത്ത എല്ലാം തകർന്നടിയും. ഇത് നമ്മൾ വെറുതെ ഹൈപ്പോത്തറ്റിക്കലായിട്ട് പറയുന്നതല്ല, ഇത് പ്രാക്ടിക്കലായി സംഭവിച്ച കാര്യമാണ്. യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ സ്ത്രീ സുരക്ഷയെ അത് ബാധിക്കുന്നതും എല്ലാ മേഖലയിലും സ്ത്രീകൾ അത് ഉപദ്രവിക്കുന്ന അവസ്ഥയിലേക്ക് എത്തുന്നതും നമ്മൾ കണ്ടതാണ്. ഈവൻ 2 സ്ത്രീകളെ റേപ്പ് ചെയ്തൊരു റേപ്പിസ്റ്റായ വ്യക്തി കോടതിയിൽ വന്നപ്പോൾ ഞാൻ പെണ്ണാണെന്ന് പറഞ്ഞ് സ്ത്രീകളുടെ സെല്ലിലേക്ക് അയക്കേണ്ടി വരുന്ന അവസ്ഥ വരെ അവിടെ ഉണ്ടായതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. കൃത്യമായി അത് ബോധ്യപ്പെട്ടത് കൊണ്ടാണ് ഇത്തരമൊരു അമെൻമെൻറ്റിലേക്ക് വന്നിട്ടുള്ളത്. അതേപോലെ തന്നെ ഇതിനെ എതിർക്കുന്ന ആൾ കണ്ടിട്ടില്ല. ഇപ്പോൾ പ്രധാനമായിട്ടും CPM ഇതിനെതിരായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട്. DYFIയും അതേപോലെ തന്നെ SFIയും ഇതിനെതിരായി പ്രസ്താവനകളുമായി രംഗത്ത് വന്നിട്ടുണ്ട്. ഈ എതിർക്കുന്ന ആളുകളോട് നമുക്ക് പറയാനുള്ളത്, ശരി നിങ്ങൾ ഇതിനെ എതിർത്തോളൂ, എതിർക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പരിഹാരം നിങ്ങളൊന്ന് പറയണം, അല്ലേ? അതായത് ശരി, സെൽഫ് ഐഡൻറ്റിഫിക്കേഷൻ നിങ്ങൾ ഒരു മാനദണ്ഡമാക്കണമെന്ന് പറയുന്നു. ഇനി ഞാൻ ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ വന്നിട്ട് ഇവിടെ പെണ്ണാണെന്ന് പറഞ്ഞാൽ, ഞാൻ കളവാണ് പറയുന്നതെങ്കിൽ എങ്ങനെയാണ് നിങ്ങളത് പിന്നെ വെരിഫൈ ചെയ്യാൻ പോകുന്നത്?